ഇന്ദിരാഗാന്ധിയുടെ അസാമാന്യ ധൈര്യത്തെക്കുറിച്ചിട്ടുള്ള ഒട്ടനവധി കഥകൾ നമുക്കറിയാവുന്നതാണ്. ഇന്ത്യ കണ്ടതിൽ വെച്ച് അല്ലെങ്കിൽ ലോകം തന്നെ കണ്ടതിൽ വെച്ചിട്ട് ഏറ്റവും ധൈര്യശാലിയായ സ്ത്രീകളിൽ ഒരാളായിരുന്നു ഇന്ദിരാഗാന്ധി എന്ന് പറയുന്നത്. സ്വന്തം ജീവന് ഭീഷണി ഉണ്ടാകുമെന്ന് അറിഞ്ഞിട്ട് പോലും ഇന്ത്യയുടെ സുരക്ഷയ്ക്ക് പ്രാധാന്യം നൽകിയ വ്യക്തിത്വമാണ് ഇന്ദിരാഗാന്ധി. ഈ ഇന്ദിരാഗാന്ധി സ്വന്തം അംഗരക്ഷകരുടെ വെടിയേറ്റാണ് മരിച്ചത് എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. എന്തുകൊണ്ടാണ് ഈ അംഗരക്ഷകർക്ക് ഇന്ദിരാഗാന്ധിയുടെ ഇത്രമാത്രം പകയുണ്ടായത്? ഇന്ദിരാഗാന്ധി വധത്തിന് പിന്നിലെ കാരണങ്ങൾ അതൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ പറയാൻ ശ്രമിക്കുന്നത്. 1984 ജൂണിൽ ഇന്ദിരാഗാന്ധി ഉത്തരവിട്ട ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ആഭ്യന്തര സൈനിക നടപടികളിൽ ഒന്നാണ്. പഞ്ചാബിൽ ഭീകരവാദം വളർത്തുന്ന കുപ്രസിദ്ധ ഭീകരവാദി ജർണൈൽ സിംഗ് ഭിന്ദ്രൻവാലയെ പിടികൂടുക എന്നതായിരുന്നു ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാറിൻ്റെ പ്രഖ്യാപിത ലക്ഷ്യം. സിഖ് മതവിശ്വാസികളുടെ തീർത്ഥാടന കേന്ദ്രമായ സുവർണ ക്ഷേത്രത്തിലെ അകാൽ തഖ് എന്ന ആരാധനാ സ്ഥലം കൈയടക്കിയായിരുന്നു ഭിന്ദ്രൻവാലയുടെ ഭീകര പ്രവർത്തനം. സിഖ് മത പ്രഭാഷകനായിരുന്നു ഈ ഭിന്ദ്രൻവാല, ജർണൈൽ സിംഗ് ഭിന്ദ്രൻവാല എന്ന് പറയുന്ന വ്യക്തി. ഈ ഒരു വ്യക്തി സ്ഥാപിച്ച സംഘടനയാണ് ഖലിസ്ഥാൻ പ്രസ്ഥാനം എന്നറിയപ്പെടുന്നത്. പഞ്ചാബിൽ ശക്തിയാർജിച്ചുകൊണ്ടിരുന്ന അകാലി ദളിതിനെ തുരത്താൻ പണ്ട് കോൺഗ്രസ് തന്നെ വളർത്തിക്കൊണ്ടുവന്ന ആളാണ് ഈ ഭിന്ദ്രൻവാല എന്ന് പറയുന്നത്. ഹിന്ദു ഭൂരിപക്ഷ ഇന്ത്യയിൽ സിഖ് മതക്കാർക്ക് ജീവിക്കാനാകില്ല. അതുകൊണ്ട് തന്നെ പഞ്ചാബ് കേന്ദ്രീകരിച്ച് സിഖുകാർക്ക് ഒരു സ്വതന്ത്ര രാജ്യം വേണം. ഖലിസ്ഥാൻ എന്ന പേരിൽ സിഖ് പരമാധികാരമുള്ളൊരു രാജ്യം, അതിനായി പഞ്ചാബിനെ ഇന്ത്യൻ യൂണിയനിൽ നിന്നും വേർപെടുത്തുക എന്നതായിരുന്നു ഖലിസ്ഥാൻ തീവ്രവാദികളുടെ അന്തിമ ലക്ഷ്യം. അതുകൊണ്ട് തന്നെ പഞ്ചാബിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ ജർണൈൽ സിംഗ് ഭിന്ദ്രൻവാലയുടെ നേതൃത്വത്തിൽ ഖലിസ്ഥാൻ തീവ്രവാദികൾ നിരന്തരം ശ്രമിച്ചുകൊണ്ടിരുന്നു. വിഘടനപരമായ പ്രസംഗങ്ങളിലൂടെ ഭിന്ദ്രൻവാല ഇന്ദിരാഗാന്ധിക്ക് തലവേദനയായി മാറി. ഒടുവിൽ ഭിന്ദ്രൻവാലയെ അറസ്റ്റ് ചെയ്യാം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തുകയും ഈ അറസ്റ്റ് ഭീഷണിയെ തുടർന്ന് സുവർണ ക്ഷേത്രത്തിനുള്ളിലെ അകാൽ തഖ് എന്ന ആരാധനാ സ്ഥലം കേന്ദ്രമാക്കി ഒരു ഭീകര കേന്ദ്രമാക്കി മാറ്റുകയും ഈ ഭിന്ദ്രൻവാല അവിടെ സ്വർണവും പണവും അതുപോലെ ആയുധങ്ങളും ശേഖരിക്കാനും തുടങ്ങി. പക്ഷെ കഥ മാറുന്നത് ഇവിടെ ഒന്നുമല്ല. 1984 പാകിസ്ഥാൻ ഈ ഖലിസ്ഥാൻ പ്രശ്നത്തിൽ ഇടപെടാൻ തുടങ്ങി. ശത്രുവിൻ്റെ ശത്രു മിത്രമെന്നാണല്ലോ പറയുന്നത്. അപ്പോൾ ഇന്ത്യക്കെതിരായിട്ടുള്ളൊരു ആയുധമായിട്ട് ഈ ഖലിസ്ഥാൻ വാദികളെ പാകിസ്ഥാൻ മുതലെടുക്കാൻ തുടങ്ങി. അവർക്ക് വേണ്ട പരിശീലനം നൽകിയും ആയുധവും പണവും എത്തിച്ചു കൊടുത്തും പാകിസ്ഥാൻ അവരെ സഹായിച്ചുകൊണ്ട് മുതലെടുക്കാൻ തുടങ്ങി. ഇതേ തുടർന്ന് അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധിയുടെ നിർദ്ദേശപ്രകാരം സിഖ് തീവ്രവാദികളെ തുരത്താൻ ഇന്ത്യൻ സേന സുവർണ ക്ഷേത്രത്തിൽ നടത്തിയ സൈനിക നടപടിയാണ് ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ. ഈ ഒരു ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാറിൻ്റെ അനന്തരഫലമായിട്ടാണ് ഇന്ദിരാഗാന്ധി വധവും തുടർന്നുള്ള സിഖ് കൂട്ടക്കൊലയും ഒക്കെ നടക്കുന്നത്.